ഹലോ നമസ്കാരം, ദീപുവാണ്. ഞാനിത് കണവ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പലയിടത്ത് കൂന്തളം എന്ന് പറയും. നമ്മുടെ കൂന്തളം നിറച്ചതെന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ഫുഡുകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം കുറച്ചൊരു പാൻ ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അതിൽ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിന് കരിവേപ്പില ഇടുക, വറ്റൽമുളക് ഇടുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ചതച്ചതിടുക. ചതച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് പാനിനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. കുറേ നേരം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഞങ്ങൾക്ക് വലിയ സൈസാണ് കിട്ടിയത്, അതാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ക്രഷ് പെപ്പർ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തേങ്ങ അരപ്പിൽ പച്ചമുളക്, കരിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചേർത്തതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അധികം വെള്ളമെങ്കിൽ കുറച്ച് പൊടിക്ക് ജസ്റ്റ് തളിച്ചാൽ മാത്രം മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ചോറുണ്ടെങ്കിൽ മീനൊന്നും വേണ്ട, നമുക്ക് ഇതും ചോറ് കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.